നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുമ്പോൾ എപ്പോഴും പരിചയപ്പെടാനൊക്കെയുള്ള വിചാരത്തിലാണ് ഞാൻ. ഇവർ വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും ഞാനും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ കാര്യമായിട്ടൊന്നും പറയാത്തത് ഒന്നാമത് എനിക്കെതിരെ ഒച്ചയെടുത്തുകൊണ്ട് വന്നത് ഒരു സ്ത്രീയാണ്. ഞാനെന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ സ്ത്രീ വിരുദ്ധതയായി എന്നെ വല്ല ഭേദ്യം ചെയ്യാൻ വന്ന് ഞാൻ വല്ല തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടുവെന്നായി. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൈ പുറകെ കെട്ടി ആദ്യം നിന്നു. ഒരു ചെറിയ സ്ഥലത്ത് ശക്തിയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾ പ്രചരണത്തിന് വരരുത്, അവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്. അവരൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മെമ്പറാണ്. അവർ ഭരണഘടന അറിയാത്തത് കൊണ്ടാണോ ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണോ നമ്മളൊരു പൊതുസ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ നമ്മളോട് വന്നിട്ട് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇതിൽ നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നെന്നുള്ളത് അവർ തന്നെ പറയട്ടെ. ഞാനിനി ഇതിന് ഞങ്ങൾ പ്രചരണാർത്ഥം പോയി. ഞങ്ങളുടെ പ്രചരണ വണ്ടി ഇത്തിരി വലുതാണല്ലോ, അത് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തിയപ്പോൾ അവിടെ ഒരു പറ്റം സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു, കുറേ അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങുകയും അവരെടുത്ത് പോയി അവരോട് വർത്തമാനം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം അതിലൊരു അമ്മ എന്നോട് വീട്ടിലോട്ട് വരുമോ എന്ന് ചോദിച്ചു, അകത്തോട്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പൊതുവേ നമുക്ക് ഈ പരിമിതമായ സമയമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരുപാട് വീടുകളിൽ പോകുന്നില്ല. കാരണം ഒരു വീട്ടിൽ പോയാൽ തൊട്ടടുത്ത വീട്ടിൽ പോയില്ല എന്നുള്ള പരാതി വരുത്തണ്ടല്ലോ. അതുകൊണ്ട് വീടുകൾ പോക്ക് കുറവായിട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്, എന്നാൽ അവിടെ വന്നൊന്ന് തൊഴുതിട്ട് പൊക്കോളൂ എന്ന് എന്നോട് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ നടക്കാമെന്ന് പറഞ്ഞു. പ്രചരണാർത്ഥം അല്ല കേട്ടോ, ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. വടക്കന്തറ അമ്പലത്തിൻ്റെ പുറകിൽ മനക്കൽ തൊടിയോ അങ്ങനെ എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങളിങ്ങനെ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇളം നീല ചുരിദാറിട്ടൊരു സ്ത്രീ മുന്നിലേക്ക് വന്നു. നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുമ്പോൾ എപ്പോഴും പരിചയപ്പെടാനൊക്കെയുള്ള വിചാരത്തിലാണ് ഞാൻ. ഇവർ വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും ഇതിൽ നിങ്ങൾ ആരെയും കയറ്റി വിടില്ല, കടത്താൻ പറ്റില്ല, നിങ്ങളിതിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു. അപ്പോഴേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇത് നിങ്ങൾക്ക് ഉള്ള സ്ഥലമല്ലല്ലോ, നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ട്. എന്ത് ചെയ്തിട്ടും ആ സ്ത്രീ നമ്മളെ അങ്ങോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു തൽക്കാലം ഇപ്പോൾ നമ്മൾ തിരിച്ച് ഒപ്പം നിന്ന് ഒച്ചയെടുക്കലല്ല വേണ്ടത്. ഞാനും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ കാര്യമായിട്ടൊന്നും പറയാത്തത് ഒന്നാമത് എനിക്കെതിരെ ഒച്ചയെടുത്തുകൊണ്ട് വന്നത് ഒരു സ്ത്രീയാണ്. ഞാനെന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ സ്ത്രീ വിരുദ്ധതയായി എന്നെ വല്ല ഭേദ്യം ചെയ്യാൻ വന്ന് ഞാൻ വല്ല തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടുവെന്നായി. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൈ പുറകെ കെട്ടി ആദ്യം നിന്നു. അത് നിന്ന ശേഷം വല്ലാതെ ഒച്ചയെടുക്കുന്നു. ഇവിടെ ഇവർ വരാൻ പാടില്ല, ഇവിടെ പ്രചരണത്തിന് വരാൻ പാടില്ല. അപ്പോൾ ഇവർ ആ ഒരു അമ്മ ഒരു മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ ഭാര്യയാണ്. ഒരു ആ വീഡിയോ കാണുന്നൊരു ഡാർക്ക് ബ്ലൂ സാരി എടുത്തൊരു അമ്മ. ആ അമ്മ നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് വിളിച്ചത്, ഈ റോഡ് ഇവരുടെ അല്ല, അതുകൊണ്ട് നീ ദയവ് ചെയ്ത് എൻ്റെ കൂട്ടത്തിൽ വാ, എൻ്റെ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം വേണ്ട, കാരണം രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ഇത്തരത്തിലല്ല. രാഷ്ട്രീയത്തിൽ ബലാബലം പരീക്ഷിക്കേണ്ടത് ആശയങ്ങൾ കൊണ്ടാണ്. നോക്കൂ, പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഭൂരിപക്ഷം സ്ഥലങ്ങളും UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലായിടങ്ങളിലും BJP ഉൾപ്പെടെയുള്ള മറ്റെല്ലാ പാർട്ടികളും സധൈര്യം സുഖമായി പ്രചരണം നടത്തുന്നുണ്ട്. ഒരു ചെറിയ സ്ഥലത്ത് ശക്തിയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾ പ്രചരണത്തിന് വരരുത്, അവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്, എത്ര സങ്കുചിതമായ മനസ്സായിട്ടാണ് അവരവിടെ നിൽക്കുന്നതെന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരുന്ന എന്നെ തടഞ്ഞു നിർത്തി ഒച്ചയെടുത്ത് ഇതിലെ പോകാൻ പാടില്ലെന്ന് പറയുന്നു, വരാൻ പാടില്ലെന്ന് പറയുന്നു. തിരിച്ച് ഞാൻ പറഞ്ഞതുപോലെ തടയാൻ നിന്നാൽ ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകും. കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടുത്തെ UDFന് വേണമെങ്കിൽ അവിടുന്ന് അങ്ങറ്റം വരെ പോയി നടന്നിട്ട് തിരിച്ചു വരാനുള്ള സംഘടനാശേഷിയും ശക്തിയും ഒക്കെ ഉണ്ട്, അതില്ലാത്തവരല്ല. പക്ഷെ ഞാനതിനെ അവരുടെ ഒരു വലിയ ധൈര്യമായിട്ട് കാണുന്നില്ല. അവരുടെ ഒരു സങ്കുചിതമായ മനസ്സായിട്ടോ അറിവില്ലായ്മയായിട്ടോ തൽക്കാലം കാണാനായിട്ട് ഉദ്ദേശിക്കുന്നു. രണ്ടായാലും വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് നടന്നത്. എനിക്കിവരെ വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ അറിഞ്ഞത് കൗൺസിലറാണെന്നാണ് അറിഞ്ഞത്. കോൺഗ്രസിനും LDFനും ബൂത്തിലിരിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. നോക്കൂ, അത് ഞാനൊരിക്കൽ പണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട്. 50 വർഷമാണ് ഉമ്മൻചാണ്ടി സാർ ഒരു മണ്ഡലം ഭരിച്ചത്. അതിനിപ്പോഴും പാർട്ടി ഗ്രാമം, കോൺഗ്രസിൻ്റെ പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞൊരു ഗ്രാമം കേരളത്തിലില്ല. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വരെ ഏത് പാർട്ടിക്കും അവിടെ പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയാണല്ലോ ഒരു ജനാധിപത്യ രീതിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഏറ്റവും സങ്കടം, ഞാൻ അത്ര തീക്ഷ്ണമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പോയതോ അങ്ങനെയൊന്നും വന്നിട്ടുള്ള ഒരാളല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു ഒരു ഫെയർ പൊളിറ്റിക്സിൽ നിൽക്കണം, ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ പോകണമെന്ന് ഉദ്ദേശിച്ച് തന്നെ പോവുകയും പ്രചരണ വണ്ടി മാറ്റിയിട്ട ശേഷം
ഒരമ്മ അവിടെ വീട്ടിൽ പോകാൻ പറ്റുന്ന ഇപ്പോൾ അപ്പുറത്തൊരു അമ്പലത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞൊരു പൊതുവഴിയിലൂടെ നടക്കുമ്പോഴാണ് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്ന് നിൽക്കുന്നത്. അതൊരു സ്ത്രീ ഇല്ല, വണ്ടി പോകുന്നൊരു വഴി ആയിരുന്നില്ല. എൻ്റെ വണ്ടി വളക്കിയായിരുന്നു. അപ്പം അത് ഈ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് ഇല്ല, ഞങ്ങൾ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാനപ്പോൾ വണ്ടി ഇത്തിരി ദൂരെയായിരുന്നു. അവരുടെ ആ അമ്മ വിളിച്ചിട്ട്, കാരണം എനിക്ക് അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. എന്നെ അവിടെ ഉള്ളൊരു അമ്മ നിർബന്ധിച്ച് വിളിച്ചതാണ്, മോനെ എൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. ഇത് ഒരു അല്പസമയം മുമ്പാണ് നടന്നത്. മറ്റൊന്നും ഞാൻ അറിയുമോ, ഞാൻ അങ്ങനെ ഈ മണ്ഡലത്തിൽ അത്തരത്തിലൊരു എന്താ പറയുന്ന ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ട് ആളുകളുടെ ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇല്ല. പക്ഷേ വളരെ വിഷമം തോന്നിയ എനിക്ക് ഒരു ദുരനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും ദിവസം ഇവിടെ നടക്കുമ്പോഴും കിട്ടിയെടുത്തതിൽ നിന്നുള്ളതിനേക്കാളൊക്കെ വിഷമം തോന്നിയൊരു വലിയ അനുഭവമായിപ്പോയി ഇത്. അവരൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മെമ്പറാണ്. അവർ ഭരണഘടന അറിയാത്തത് കൊണ്ടാണോ, ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണോ, നമ്മളൊരു പൊതുസ്ഥലത്തുകൂടെ നടക്കുമ്പോൾ നമ്മളോട് വന്നിട്ട് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇതിൽ നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുള്ളത് അവർ തന്നെ പറയട്ടെ. ഞാനിനി ഇതിന് അതായിരിക്കും വോട്ട് ചോദിക്കാൻ പോയെന്ന് ഓർത്തിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ എന്തുമാത്രം ധൈര്യമില്ലാതെയാണ് അവിടെ പോയി വോട്ട് ചോദിച്ചാൽ പറയുന്ന വോട്ടാണ് അവിടെ എന്നുള്ളതായിരിക്കും അവർ വിചാരിച്ച് വെച്ചേക്കുന്നത്. അതുകൊണ്ടായിരിക്കും നല്ല മറുപടിയാണ്. അവരുടെ ക്യാമ്പ് വളരെ വിശ്വസനീയമായ നല്ല ഒരു മറുപടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ജനങ്ങളും വിലയിരുത്തട്ടെ, അതിനെയൊന്നും ഞാൻ വിലയിരുത്തുന്നില്ല. ഏതാ ഏത് പരാമർശം കണ്ടുപിടിക്കട്ടെ, അങ്ങനെ കണ്ടുപിടിക്കുക. ഇനി പലതും പറയുമായിരിക്കും. ഞാനിവിടെ വന്ന് ഇറങ്ങിയ ദിവസം മുതൽ എനിക്ക് ഇവർ ആദ്യം എന്നെ അത്ര കാര്യമായിട്ട് കണക്കാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ദിവസം മുതൽ പലതരത്തിൽപ്പെട്ട കാര്യങ്ങളാണ് എന്നെപ്പറ്റി പറഞ്ഞുകൊണ്ട്. രഞ്ജിത്ത് സാറിൻ്റെയൊക്കെ വിഷയത്തിൽ ഞാൻ എന്ത് സ്ത്രീവിരുദ്ധയാണ് പറഞ്ഞത്. നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പോലീസ് കാര്യങ്ങൾ നോക്കൂ എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അവർ പറയേണ്ട ഉത്തരങ്ങളാണ്. ഞാനുണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചു, അവരെന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് അവർ പറയേണ്ട ഉത്തരമാണ്. എനിക്ക് അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അറിയില്ല. 100% തെറ്റല്ലേ. സ്ഥാനാർത്ഥി വിട്ടോ പ്രചരണം വിട്ടോ, ഞാൻ പ്രചരണത്തിന് പോകുമായിരുന്നില്ല അവിടെ. സാർ, അങ്ങനെ ഒരാൾ വഴി നടക്കുമ്പം ഒരു സ്ത്രീ വന്ന് തടഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ ഏരിയയാണ്, ഞങ്ങളുടെ ഏരിയയിൽ വരരുതെന്നൊക്കെ പറഞ്ഞ്, ഞാൻ അതാ പറഞ്ഞത്. പാലക്കാടിലെ UDFൻ്റെ എത്ര വാർഡുകളിലൂടെ BJP കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും? എത്ര വാർഡുകളിൽ പോയിട്ടുണ്ടാവും? എത്ര സ്ഥലങ്ങളിൽ പോസ്റ്റർ വെച്ചിട്ടുണ്ടാവും? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇത് നമ്മുടെ നടക്കരുതെന്ന് പറഞ്ഞ് ഇവിടെ തടഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തടയാൻ നിന്നാൽ അത് ശരിയല്ല. ഇതൊക്കെ ഒരു ജനാധിപത്യത്തോടും ഭരണഘടനയോടും ഒക്കെ ഉള്ളൊരു വെല്ലുവിളിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ കൈയ്യട്ടി നിൽക്കുകയായിരുന്നു. എൻ്റെ ചുറ്റും കുറച്ച് അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ തമ്മിലായിരുന്നു തർക്കം. ഞാനുമായിട്ടൊരു നേരിട്ട് തർക്കം ഉണ്ടാകാനുള്ള, ഞാൻ ആദ്യം ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിക്കണം എന്ന് ഓർത്ത് ഞാൻ നിന്നെങ്കിലും അതിന് മുമ്പ് തന്നെ ഈ അമ്മയും ആ സ്ത്രീയും തമ്മിൽ നിങ്ങൾക്ക് എഴുതുന്ന വഴിയല്ലല്ലോ, ഈ മോൻ എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്, അവനെ ഞാൻ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലായിരുന്നു കൂടുതലും തർക്കം ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ സംഭവം അലമ്പാകരുത്, വഷളാകരുതെന്ന് ഓർത്ത് തിരിച്ചു പോരുകയാണ് ചെയ്തത്. എന്ത് നിയമ നടപടി സ്വീകരിക്കാനാണ് ഇതിനൊക്കെ? ഞാൻ പോലീസിൽ പരാതി നൽകി നടക്കാനുള്ള സ്വാതന്ത്ര്യം മേടിച്ച് അവിടെ പോയി വോട്ട് ചോദിക്കേണ്ട. അവിടെ ഉള്ളവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, കാണുന്നതൊക്കെ ആയിട്ട്. ജനങ്ങൾ വിലയിരുത്തട്ടെ, അത്രേ ഇപ്പോൾ പറയാനുള്ളൂ. നന്ദി.